ഹായ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. നമ്മുടെ ചാനലിലത്തെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദിയോഗിയെ പോയതിൻ്റെ ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ടീ ഷോപ്പിലേക്കാണ് പോയത്. എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. ഒരു ഫാമിലി ടൂറായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് കുറേ കാളകളേനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട്. ആ സൈഡിൽ തന്നെ ഒരു ഉണ്ട വെച്ചിട്ടുണ്ട്. അത് ഒരു ഉണ്ടയ്ക്ക് 7 രൂപ അങ്ങനെ എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒട്ടകത്തിൻ്റെ പരിപാടി നമ്മുടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കണ്ടത്, അമ്പലമല്ല ആ സംഭവത്തിൻ്റെ ഉള്ളിൽ കണ്ടതാണ്. സവാരി പോലെ കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ ഷെഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് എടുക്കാൻ പറ്റിയില്ല. അതിൽ കുറേ ഫോറിനേഴ്സ് യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഒരു വലിയ ലൈനുണ്ട്. അത് ഈ കാളവണ്ടിയിൽ കയറി പോകാനാണ്. അതെന്താ വെച്ചാൽ ഈ സ്റ്റാച്യൂല അതിൻ്റെ ബാക്കിലൊരു നാഗത്തിൻ്റെ അമ്പലം ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കണ്ട ആൾക്കാർ പോണതാണ് കേട്ടോ. അത് ടോക്കൺ എത്രയും അങ്ങോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോയത്. എന്താണ് ആ അമ്പലത്തിലേക്ക് കയറാൻ കുറച്ച് ദൂരം നടക്കാണ്ട്. അപ്പോൾ അത്രയും ദൂരം പോകാനുള്ള കൂടുതൽ വയസ്സായവരാണെങ്കിൽ പോണത്, ചെറുപ്പക്കാരും ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. ഒരു നാഗത്തിൻ്റെയൊക്കെ പടം വെച്ചിരിക്കണം കണ്ടില്ല. അതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡല്ല. ശരിക്കും വേറൊരു ലോകം പോലെയാണ് കേട്ടോ. പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ 2 ടീമായിട്ടാണ് പോയത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ തന്നെ വേണം കേട്ടോ 1.5 മണിക്കൂർ. നമ്മൾ വേഗം ഇറങ്ങാച്ചിട്ട് കയറിയതാണ്. പക്ഷേ ആകലൊക്കെ കാരണം കുറേ ഉണ്ട് കാണാൻ. ഇറങ്ങിയപ്പോഴത്തേന് ഇവിടെ ലൈറ്റ് ഓഫിങ് ഒരു ടൈമുണ്ട്, 7 മണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ടി അച്ഛനമ്മയും വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ വേഗം ഓടുമ്പോഴേക്കും അവിടെ മഴയൊക്കെ തുടങ്ങി. മഴയല്ല, മഴക്കാറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വെള്ളം അടിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് മഴയാണ്. അപ്പോൾ ചെരുപ്പൊക്കെ കൈ പിടിച്ച് ഓടുകയാണ്. അവിടെ എത്തിയപ്പോഴേക്കും കുറേ ആൾക്കാർ സീറ്റിംഗ് ഒക്കെ ആയിട്ടാണ്. കുറേ ആൾക്കാർ ഇരുന്ന് അറേഞ്ചൊക്കെ ആയി. അപ്പോൾ നമ്മൾ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നിരുന്നു. പിന്നെ അവർ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എല്ലാവരും ഫ്ലാഷ് ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം. പിന്നെ 7 മണിക്ക് തുടങ്ങുന്നൊക്കെ. പക്ഷേ 7 മണിന്ന് പറഞ്ഞ് 7:30 7:45 തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോണതാട്ടാ. അപ്പോഴേക്കും നല്ല മഴക്കാറൊക്കെ ഉണ്ട്. മഴ തൂളുന്നുണ്ട് കേട്ടാ. മേത്തിക്കൊക്കെ വീണടങ്ങി ഫുൾ നനയുന്ന ഉറപ്പായെങ്കിലും നമ്മളത് കാണാൻ വേണ്ടി ഇരുന്നു. അതിനാണല്ലോ വന്നത്. ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ ചെറിയൊരു ഭാഗയിൽ കൊടുക്കുന്നുണ്ട്. സ്പീഡ് കൂട്ടിയിട്ടാ കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം ചന്ദ്രക്കലയിൽ ലൈറ്റ് വന്നു, പിന്നെ കമ്മൽ, പിന്നെ അങ്ങോട്ട് ഫുള്ള് ഇങ്ങനെ മെല്ലെ ലൈറ്റ് വന്നു. അപ്പോഴേക്കും അവിടെ ഭയങ്കര ഓളിടലാണ് കേട്ടോ. കുറേ ആൾക്കാർ ഉണ്ടല്ലോ, എല്ലാവരും ഓളിടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ഇവർ പാട്ട് വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അങ്ങനെ നമുക്കപ്പോൾ കണ്ടു കഴിഞ്ഞാൽ രോമാഞ്ചം വരും. എനിക്കും ആ വീഡിയോ എടുക്കുമ്പോൾ രോമാഞ്ചം വന്നു. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല. എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായില്ല. ഇങ്ങനെ ശില്പം ഉണ്ടെന്ന് അറിയാമെന്നല്ലാതെ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്നും എനിക്കൊന്നും അറിയണ്ടായില്ല. അതിൻ്റെ ബാക്കിലത്തെ കാര്യങ്ങളും അറിയില്ല. അപ്പോൾ നമുക്ക് പോയപ്പോൾ ഒന്നുകൂടി പോകണം തോന്നി. കാരണം ബാക്കിലത്തെ അമ്പലം നമ്മൾ ശരിക്ക് എന്താ പറയുക, ശരിക്കും അങ്ങോട്ട് കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ എത്തിയത് ഒരു ടൈമായി അതുകൊണ്ട്. അപ്പോൾ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാണണ്ടേ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കാണാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇനിയും ഉണ്ട് കേട്ടോ അവിടെ കാണാനാണെങ്കിൽ. നമ്മൾ കുറച്ചാണ് കണ്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നാഗത്തിൻ്റെ അമ്പലം, അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ട്, ഇഷ്ടപ്രകാരം ഉണ്ട് കാണാൻ. അതിലും കുറേ ആൾക്കാർ യോഗ ചെയ്യണതും ഒരു വലിയ കോളവും അങ്ങനെ ഒരു ജാതി എന്താ പറയുക സ്പിരിച്വലായിട്ടുള്ളൊരു അടിപൊളിയാണ്. എല്ലാവരും കാണാത്തവരാണെങ്കിൽ കാണണം. കുറച്ച് ഭാഗമാണ് ഞാൻ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റിന് കൊടുക്കണുള്ളൂ കേട്ടോ. കുറേ ഉണ്ട് ഇത്. ഇപ്പോഴേക്കൊക്കെ മഴ പെയ്തു കേട്ടോ. നമ്മൾ ഫുള്ള് നനഞ്ഞു. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പൊത്തി പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണത്. വീഡിയോ എടുത്ത് കുറേ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോൺ നനയാനായി. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഒരു 3/4 ഭാഗം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി കയറി തിരിച്ച് പോയി. അപ്പോൾ ഫുള്ള് നനഞ്ഞു. ഞാൻ പറഞ്ഞു ഫാമിലി ടൂറായിരുന്നു. അപ്പോൾ ടെമ്പോയിലാണേ ഫുള്ള് നനഞ്ഞിട്ട് ആണ് എല്ലാവരും തിരിച്ച് പോയത്. എല്ലാവരും നിന്ന് കണ്ടു കേട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.